RSS സർ കാര്യവാഹായി ദത്താത്രേയ ഹൊസബളെ തുടരും. നാഗ്പൂരിൽ ചേരുന്ന അഖില ഭാരതീയ പ്രതിനിധി സഭ അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുത്തു. 2024 മുതൽ 2027 വരെ 3 വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ്. 2021 മുതൽ അദ്ദേഹം സർ കാര്യവാഹ് ചുമതലയിൽ തുടരുകയാണ്. നാഗ്പൂരിൽ ചേർന്ന അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ 45 പ്രാന്തങ്ങളിൽ നിന്നായി 1529 പ്രതിനിധികൾ പങ്കെടുത്തു. ഈ യോഗമാണ് സർക്കാരിവാഹായി വീണ്ടും ദത്താത്രേയ ഹൊസബളയെ തെരഞ്ഞെടുത്തത്. 1954 കർണാടകയിലെ ഷിമോഗയിൽ ജനിച്ച ഹൊസബളെ ചെറുപ്രായത്തിൽ തന്നെ സ്വയം സേവകായി. 1978 മുതൽ 15 വർഷം ABVPയുടെ അഖില ഭാരതീയ സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. RSS അഖില ഭാരതീയ സഹഭൗതിക് പ്രമുഖ്, സഹസർക്കാരിവാഹ് തുടങ്ങിയ നിർണായക ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. 2021 ബംഗളൂരുവിൽ ചേർന്ന പ്രതിനിധി സഭയാണ് ദത്താത്രേയ ഹൊസബളയെ സർക്കാരിവാഹായി തെരഞ്ഞെടുത്തത്. आज मैं पुनः एक बार सभी को धन्यवाद देता हूँ. इस गुरुतर दायित्व के लिए मेरे योग्य समझा और इस दायित्व को निभाने के लिए जो संघ के परंपरा है, बड़ों के मार्गदर्शन है, उन्होंने जो जिस प्रकार के एक मार्ग प्रशस्त किया है उस पर चलने का प्रयास मैं करूँगा. इससे ज़्यादा इस संदर्भ में मैं नहीं कहना चाहता. അതേസമയം രാജ്യത്ത് RSS ശാഖകളുടെ എണ്ണത്തിൽ വൻ വർധനവ്. നിത്യശാഖകളുടെ എണ്ണം 73,117 ഒരു വർഷത്തിൽ പുതിയതായി തുടങ്ങിയ നിത്യശാഖകൾ 4,466. സപ്താഹിക് മിലൻ 27,717. സംഘമണ്ഡലി 10,567. സംഘത്തിന്റെ ശതാബ്ദി വർഷത്തിൽ 1 ലക്ഷം ശാഖകളാണ് RSS ലക്ഷ്യമിടുന്നത്. ജനം, ഡൽഹി.